Yes, so guys, once again welcome back to the section. അപ്പോൾ നാലാമത്തെ സെക്ഷനാണ് ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ ചോദ്യങ്ങളാണ് മെയിൻലി പാരഗ്രാഫ് ക്വസ്റ്റ്യൻസ് ആയിരുന്നു നാലാമത് ഉണ്ടായിരുന്നത്. അതിൽ രണ്ട് പാരഗ്രാഫാണ് സോൾവ് ചെയ്യാനുള്ളത്. ഫസ്റ്റ് വൺ ഈസ് ഹിയർ. S1 and S2 are two identical sound sources of frequency 656 Hz. The source S1 is located at O and S2 is move anti-clockwise with uniform speed 4√2 meter per second on circular path around O. അതായത് ഇങ്ങനെ മൂവ് ചെയ്യുന്നുണ്ടെന്നുള്ളതാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. As shown in figure. There are 3 points P, Q, A and R such that the P, Q and R on this path such that P and R are diametrically opposite. അതായത് Pയും അതേപോലെ Rഉം ഇവിടെ തന്നിട്ടുണ്ട്. And Q is equidistant from then. അതായത് ഇവിടുന്ന് equidistance എന്ന് വെച്ചാൽ കറക്റ്റ് ഇതാ എക്സാക്ട്ലി ഇവിടെ ഉണ്ടാകും. So this is forming a semicircle. Now the question is, a sound detector is placed at the point P. ഇവിടെ ഒരു സൗണ്ട് ഡിറ്റക്ടർ ഇവിടെയാണ് വെച്ചിട്ടുള്ളത്. The source S1 can move along the direction OP. OP ഡയറക്ഷനിൽ മൂവ് ചെയ്യാൻ പറ്റുന്നതാണ്. Now the given that the speed of the sound in air you can take it as a 324 meter per second. അപ്പോൾ ക്വസ്റ്റ്യനിലേക്ക് കടക്കുകയാണ്. ഇതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. When only S2 is emitting the sound and it is at Q, the frequency of the sound measured by the detector in hertz is. അതായത് അപ്പാരൻറ്റ് ഫ്രീക്വൻസി ആണ് നമ്മളോട് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ എപ്പോഴാണ് ഇതിങ്ങനെ സർക്കുലാർ മോഷനിൽ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ അതിൽ ഏത് പോയിന്റിലാണ് നമുക്ക് കാണേണ്ടത്? വെൻ ദ S2 ഈസ് എമിറ്റിംഗ് ദ സൗണ്ട് ആൻഡ് ഇറ്റ് ഈസ് അറ്റ് Q എന്ന് പറയുന്ന പോയിന്റിൽ എത്തുന്ന സമയത്താണ്. അപ്പോൾ ഡിറ്റക്ടർ എവിടെയുള്ളത്? ഇവിടെയാണ്. സാധാരണ നമ്മൾ പഠിച്ച ഇക്വേഷനാണ് എൻ്റെ അപ്പാരൻറ്റ് ഫ്രീക്വൻസി കാണാനുള്ളത്. അതായത് എഫ് പ്രൈം ഇസ് ഈക്വൽ ടു F0 ഇൻറ്റു V പ്ലസ് ഓർ മൈനസ് VO ഡിവൈഡഡ് ബൈ V പ്ലസ് ഓർ മൈനസ് VS എന്നുള്ളത്. അതായത് ഒബ്സർവർ ഡിവൈഡഡ് ബൈ ദ സോഴ്സ് എന്നാണ് ഉണ്ടാവുക. ഇനി നമ്മളെ സിനാരിയോ അനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ഇത് പ്ലസ് ആണോ മൈനസ് ആണോ എന്താണെന്നുള്ളത് അറിയും. അപ്പോൾ നമ്മൾ ആ ഒരു സമയത്ത് എപ്പോഴും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും, നമ്മൾ സർക്കുലാർ മോഷനിലാണെങ്കിൽ പോലും അപ്പാരൻറ്റ് ഫ്രീക്വൻസി ബേസിക്കലി മെഷർ ചെയ്യുന്നത് എങ്ങനെയായിരിക്കും? ഈ ഡയറക്റ്റ് അത് തമ്മിലുള്ള ഡിസ്റ്റൻസ് വെച്ചിട്ടായിരിക്കും. അപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരാൾ ഇവിടെ നിൽക്കുന്നുണ്ട്, ഒരു ട്രെയിൻ ഇങ്ങോട്ട് അപ്രോച്ച് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ആ ട്രെയിൻ ഇവിടുന്ന് ലീവ് ചെയ്ത് പോകുന്നുണ്ട്. ബേസിക്കലി അവിടെ നമ്മൾ എന്താ മെഷർ ചെയ്യുക? അതിലേക്ക് വരുന്ന സ്ട്രെയിറ്റ് ലൈനാണ്, ആ പാത്ത് സ്ട്രെയിറ്റ് ലൈൻ. ഇപ്പോൾ ഒരാൾ ഇങ്ങനെ വരുന്ന സമയത്ത് ഇയാൾ ഇങ്ങനെ വന്ന് പോകുന്നുണ്ടെങ്കിൽ, ഇങ്ങനെ വന്ന് പോകുന്ന സമയത്ത് ഇവിടെ എത്തുന്ന സമയത്തുള്ള ഫ്രീക്വൻസി ചോദിച്ചാൽ നമ്മൾ എന്താ ചെയ്യുക? ഇതിലേക്കുള്ള ഡയറക്റ്റ് ഡിസ്റ്റൻസ് അല്ലേ? അപ്പോൾ അതുകൊണ്ട് ആ ഒരു ലൈനാണ് ബേസിക്കലി എന്ന് വെച്ചാൽ എൻ്റെ സോഴ്സും അതേപോലെ തന്നെ ഒബ്സർവറും തമ്മിലുള്ള ദൂരം, അല്ലെങ്കിൽ ആ ഒരു പോയിൻ്റ് ഓഫ് ലൈനിലുള്ള വെലോസിറ്റി കാര്യങ്ങളാണ് കോൺട്രിബ്യൂട്ട് ചെയ്യുക. അപ്പോൾ സർക്കുലാർ മോഷനിലൊക്കെ ആകുന്ന സമയത്ത് നമ്മളിവിടെ കണ്ടു 4√2 ആണ് ഇതിൻ്റെ വെലോസിറ്റി. എങ്കിൽ കൂടെ എൻ്റെ സോഴ്സ് ഇവിടെയാണുള്ളത്, അതേപോലെ തന്നെ ഒബ്സർവർ ഇവിടെയാണുള്ളത്, റെസ്റ്റിലാണ് ഒബ്സർവർ. നൗ ഒബ്സർവർ റെസ്റ്റിലാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ VO 0 ആയിരിക്കും. ഇനി VS ആണ് ഉണ്ടാകുക. VS പ്ലസ് ആണോ മൈനസ് ആണോ? കാരണം ഇവിടെ നോക്കിക്കേ, ഇവിടെ ഇങ്ങനെ വന്നിട്ട് ഇങ്ങോട്ട് പോകുകയാണ്, വിച്ച് മീൻസ് ഇതെന്താണ്? അങ്ങോട്ടാണ് പോകുന്നത്, ഇതിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്ന് വെച്ചാൽ അപ്പാരൻറ്റ് ഫ്രീക്വൻസി കുറവല്ലേ ഉണ്ടാകുക. സോ തീർച്ചയായിട്ടും ഇതെന്തായിരിക്കും? V പ്ലസ് VS ആയിരിക്കും. അപ്പോൾ ഈ ഒരു കേസിലെ അപ്പാരൻറ്റ് ഫ്രീക്വൻസി കാണാനുള്ള ഇക്വേഷൻ ഇതാണ്. F0 ഇൻറ്റു V ഡിവൈഡഡ് ബൈ V പ്ലസ് VS ആയിരിക്കും. V നമുക്ക് ഓൾറെഡി തന്നിട്ടുണ്ട്, 324 ഇനി VS കാണണം. VX എന്ന് വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞു, ഇതാണ് നമ്മളെ ലൈന്. സോ ഈ ലൈനിലുള്ളതാണ്. അപ്പോൾ ഇത് 4√2 ആണെങ്കിൽ ഇത് എത്രയായിരിക്കും? ഇത് തീർച്ചയായിട്ടും 4√2 cos 45 ആയിരിക്കും അല്ലേ? കാരണം ഈ വെലോസിറ്റി ഈ ഡയറക്ഷനുള്ള വെലോസിറ്റിയാണ് നമുക്ക് കിട്ടേണ്ടത്. സോ അത് എത്രയാണ്? അതിവിടെ 4 സോ അങ്ങനെയാണെങ്കിൽ ഈസി ആണല്ലോ കാര്യങ്ങൾ. F0 എത്രയാണ്? F0 എൻ്റെ ഇനീഷ്യലിയുള്ള ഫ്രീക്വൻസിയാണ് 656. സോ ദിസ് വിൽ ബി ഈക്വൽ ടു 656 ഇൻറ്റു V 324 ഡിവൈഡ് ബൈ 324 പ്ലസ് 4 എന്നുണ്ടാകും. നിയർലി നമുക്ക് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇത് കിട്ടുന്നത് ഇവിടെ ഡിവൈഡഡ് ബൈ ആയതുകൊണ്ട് തന്നെ 656 കുറഞ്ഞ വാല്യൂ ആയിരിക്കും. നമുക്ക് അപ്രോക്സിമേറ്റ്ലി 648 എന്ന് കിട്ടും. സോ 648 ഹെഡ്സ് ആയിരിക്കും ഫസ്റ്റ് വണ്ണിൻ്റെ ആൻസർ. ക്ലിയർ ആയിട്ടുണ്ടല്ലോ? വെരി സിമ്പിളാണ്. അപ്പോൾ ഇതേ കൺസെപ്റ്റ് വെച്ചിട്ട് നമുക്ക് അടുത്ത ചോദ്യം എന്താണെന്ന് നോക്കാം. നൗ ഹിയർ ദ സെയിം സിനാരിയോ ബട്ട് കൺസിഡർ ബോത്ത് സോഴ്സ് എമിറ്റിംഗ് ദ സൗണ്ട്. രണ്ടാളുകളും S1 ഉം S2 ഉം എന്ത് ചെയ്യുന്നുണ്ട്? സൗണ്ട് എമിറ്റ് ചെയ്യുന്നുണ്ട്.
Now when S2 is at R, S2 എവിടെ എത്തിയിട്ടുണ്ട്, S2 is at R and S1 approaches the detector with speed 4 meter per second, the beat frequency measured by the detector. അപ്പോൾ ബീറ്റ് ഫ്രീക്വൻസി അവിടെ ചോദിച്ചത്. അപ്പോൾ ബീറ്റ് ഫ്രീക്വൻസി പറഞ്ഞാൽ നിങ്ങൾക്കറിയാം അപ്പാരൻറ്റ് ഫ്രീക്വൻസിൻ്റെ ആ ഒരു ചേഞ്ച് എത്രയാണോ എനിക്ക് കിട്ടുന്ന നിയർലി ഈക്വൽ ആയിട്ടുള്ള ഫ്രീക്വൻസി അതിൻ്റെ ചേഞ്ച് ആണ്. ഡെൽറ്റ എഫ് ആണ് ബേസിക്കലി നമുക്ക് കാണേണ്ടത്. അപ്പോൾ നമുക്കിവിടെ ആരൊക്കെ കാണണം, ആദ്യം എൻ്റെ ഡെൽറ്റ F1 കാണണം, അതേപോലെ തന്നെ F2 കാണണം. സോ ഐ ആം ഗോയിങ് ടു റൈറ്റ്, കാരണം രണ്ടാളെയും സോഴ്സ് സെയിം ആണ്, F0 സെയിം ആണ്, രണ്ടാളുടെയും ഒറിജിനലുള്ള ഫ്രീക്വൻസി സെയിം ആണ്. പക്ഷേ രണ്ടാളും രണ്ട് ഡയറക്ഷനിലും രണ്ട് സ്ഥലങ്ങളിലും ആയതുകൊണ്ട് തന്നെ എന്താ എനിക്ക് കിട്ടുന്ന അപ്പാരൻറ്റ് ഫ്രീക്വൻസി ഡിഫറെൻ്റ് ആയിരിക്കും. സോ ഫസ്റ്റ് ഓഫ് ഓൾ ഐ ആം ഗോയിങ് ടു ഫൈൻഡ് ദ F1 ആൻഡ് ദെൻ F2, ദെൻ വി ഹാവ് ടു ഫൈൻഡ് ഡെൽറ്റ എഫ്, അതാണ് കാണേണ്ടത്. സോ ഇവിടെ F1 is equal to, ഇവിടെ നോക്കിക്കേ, കൺസിഡർ ദ ബോത്ത് സോഴ്സ് എമിറ്റിംഗ് ദ സൗണ്ട് S0 വെൻ S2 ഈസ് അറ്റ് R ആൻഡ് S1 അപ്രോച്ചസ് ദ ഡിറ്റക്ടർ വിത്ത് സ്പീഡ്. അപ്പോൾ ഡിറ്റക്ടർ ഇപ്പോഴും എന്തെങ്കിലും തന്നെയാണ്, റെസ്റ്റിൽ തന്നെയാണ്, അവിടെ തന്നെ നിൽക്കുകയാണ്. സോ അങ്ങനെയാണെങ്കിൽ V ഡിവൈഡഡ് ബൈ അപ്രോച്ചിങ് ദ ഡിറ്റക്ടർ എന്ന് പറയുന്ന സമയത്ത് അപ്പാരൻറ്റ് ഫ്രീക്വൻസി കൂടുതലായിരിക്കൂലേ, അപ്പോൾ എന്താ വരിക, V മൈനസ് VS ആയിരിക്കും ഇൻറ്റു F0. ഇത് എത്രയാണ് കിട്ടുക, V എത്ര 324 ഇൻറ്റു 656 ആയിരുന്നു എൻ്റെ ഫ്രീക്വൻസി. ദെൻ 324 മൈനസ് അപ്രോച്ചിങ് വിത്ത് ഫ്രീക്വൻസി 4 എന്നാണ് പറഞ്ഞിട്ടുള്ളത്. സോ ദിസ് വിൽ ബി ഈക്വൽ ടു നിയർലി നിങ്ങൾക്ക് F1 കിട്ടുന്നുണ്ടാകുക, യുവർ F1 വിൽ ബി ഈക്വൽ ടു 324. ഞാൻ അങ്ങനെ തന്നെ ഇതാണ്, കാരണം നമുക്ക് മൈനസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. 324 ഡിവൈഡ് ബൈ 320 ഇൻറ്റു 656. ഇതാണ് എൻ്റെ F1. സി ഇതേപോലെ ഞാൻ എന്ത് ചെയ്യാന്ന് വെച്ചാൽ എൻ്റെ F2 കാണാൻ പോവാണ്. സോ F2 എത്രയായിരിക്കും, F2 നേരെ നോക്കിക്കേ, F2 എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം ഇവിടെയാണ് എൻ്റെ സോഴ്സ് ഉള്ളത് എന്ന് വെച്ചാൽ ഇതാണ് ഡയറക്ഷൻ, പക്ഷേ ഈ ഡയറക്ഷനിലാണ് വെലോസിറ്റി. അപ്പോൾ അതിനെ കമ്പണൻ്റ് ആക്കി മാറ്റാനില്ല, ഒബ്സർവർ റെസ്റ്റിലാണ്, VSഉം 0 ആണ്, VOയും 0 ആണ്. സോ V ക്യാൻസൽ ചെയ്ത് പോകും. F2 വിൽ ബി ഈക്വൽ ടു F0 എന്ന് കിട്ടും. എന്ന് വെച്ചാൽ നമ്മുടെ അപ്പാരൻറ്റ് ഫ്രീക്വൻസി ആയിട്ടുള്ള എൻ്റെ ഒറിജിനൽ ഫ്രീക്വൻസി ആയിട്ടുള്ള 656 ഹെഡ്സ് എന്ന് കിട്ടും. ക്ലിയർ. ഇനി നമുക്ക് ഈസിയാണ്, ഡെൽറ്റ എഫ് ആണ് കാണേണ്ടത്. സോ മൈ ഡെൽറ്റ എഫ് വിൽ ബി ഈക്വൽ ടു 656 ഇൻറ്റു 324 ഡിവൈഡഡ് ബൈ 320 മൈനസ് 656 എന്നുണ്ടാകും. സോ ബേസിക്കലി എനിക്ക് 656 കോമൺ ആയിട്ട് പുറത്തെടുക്കാം. സോ 656 ഇൻറ്റു 324 മൈനസ് 320 ഡിവൈഡ് ബൈ 320 ഉണ്ടാകും. നിയർലി ഇത് 8.2 എന്നായിരിക്കും കിട്ടുക ഡെൽറ്റ എഫ്. അപ്പോൾ നമുക്ക് ആൻസറിലേക്ക് എത്തിയിട്ടുണ്ട്. 8.2 ഈസ് ദ കറക്റ്റ് ആൻസർ. സോ 8.2 ഹെഡ്സ് ആയിരിക്കും എനിക്ക് കിട്ടുന്ന അപ്പാരൻറ്റ് ഫ്രീക്വൻസി എന്ന് പറയുന്നത്. സോ നെക്സ്റ്റ് പാരഗ്രാഫ് ക്വസ്റ്റ്യൻ നോക്കാം. എ സിലിണ്ടറിക്കൽ ഫർണസ് ഹാസ് എ ഹൈറ്റ് H ആൻഡ് ഡയമീറ്റർ D, both in 1 meter. It is maintained at the temperature 360 Kelvin. Then air gets heated inside the furnace at a constant pressure PA and its temperature becomes T is equal to 360 Kelvin. അതായത് 360 ആകുന്നത് വരെ അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, അതിന് ഹീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. The hot air with density rho rises up with vertical chimney of diameter D is equal to 0.1 millimeter and height 9 meter above the furnace and exceeds the chimney as shown in figure. As a result, atmospheric air of density rho A is equal to 1.2 kilogram per meter cube and pressure PA and temperature TA is equal to 300 Kelvin enter the furnace. Assume that the air as an ideal gas, neglect the variation in density rho and T inside the chimney and the furnace. Also ignore the viscous effects. അപ്പോൾ ബേസിക്കലി ഇവിടെ സിനാരിയോ ഡിസ്ക്രൈബ് ചെയ്തതാണ്. ഇതാണ് ആ സിനാരിയോ. അതായത് നമുക്കിവിടെ ഒരു ഫർണസ് ഉണ്ട്, ഇതിൻ്റെ ഹൈറ്റ് എച്ചും പിന്നെ ഇതിൻ്റെ ഹൈറ്റ് സ്മോൾ ലെറ്റർ എച്ചും ആണ്. രണ്ടാളുകളെയും ഡയമീറ്റർ തന്നിട്ടുണ്ട്, ഇതിലൂടെ എയർ ഫ്ലോ ചെയ്യുന്നുണ്ട്. അതാണ് ബേസിക് ഐഡിയ. സോ ബേസിക്കലി ദിസ് ഈസ് എ ഫ്ലോ. സോ അങ്ങനെയാണെങ്കിൽ ക്വസ്റ്റ്യൻ ഇതാണ്, കൺസിഡർ ദ എയർ ഫ്ലോ ടു ബി സ്ട്രീം ലൈൻ, സ്റ്റഡി മാസ് ഫ്ലോ റേറ്റ് ഓഫ് ദ എയർ എക്സിസ്റ്റിംഗ് ദ ചിമ്മിനി ഈസ്, എക്സിറ്റിംഗ് ദ ചിമ്മിനി ഈസ്. അപ്പോൾ പുറത്തേക്ക് പോകുന്നതിൻ്റെ മാസ് റേറ്റ് ആണ് കാണേണ്ടത്. എന്ന് വെച്ചാൽ DM ഡിവൈഡഡ് ബൈ DT ആണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. സോ ബേസിക്കലി ഇതിലേക്ക് ഡയറക്റ്റായിട്ട് എത്താൻ നമുക്ക് യാതൊരു വകുപ്പുമില്ല, മാസോ മറ്റു കാര്യങ്ങളോ അറിയില്ല. അപ്പോൾ നമ്മളെന്താ സാധാരണ ഫ്ലൂയിഡ് മെക്കാനിക്സിലൊക്കെ ചെയ്യുന്ന പരിപാടി തന്നെ, ദിസ് വിൽ ബി ഈക്വൽ ടു D/dt ഓഫ് മാസ് അല്ലേ. മാസ് എന്ന് വെച്ചാൽ എന്താ, ഡെൻസിറ്റി ഇൻറ്റു വോള്യൂം. സോ ദാറ്റ്സ് ഈക്വൽ ടു ഡെൻസിറ്റി ഇൻറ്റു ഏരിയ ഇൻറ്റു
ഡിസ്റ്റൻസ് എന്നുണ്ടാകും എക്സ്. സോ ഡി എക്സ് ബൈ ഡി ടി എന്നുണ്ടാകും. ഡി എക്സ് ബൈ ഡി ടി എന്താ വെലോസിറ്റി ആയിരിക്കും. സോ റോ എ വി എന്ന് കിട്ടും ആക്ച്വലി. സോ ദിസ് ഈസ് ദ ഡി എം ബൈ ഡി ടി. അപ്പോൾ ഇത് ഡി എം ബൈ ഡി ടി ആകണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഡെൻസിറ്റി എനിക്കറിയണം. ഡെൻസിറ്റി ഓൾറെഡി കുഴപ്പമില്ല, കാരണം അത് ഓൾറെഡി തന്നിട്ടുണ്ട്. എത്രയാണെന്നുള്ളത് 1 ആണെന്നുള്ളത് തന്നിട്ടുണ്ട്. ഇനി അതേപോലെ തന്നെ വി അറിയണം. വി എന്ന് വെച്ചാൽ അവിടുത്തെ വെലോസിറ്റിയാണ്. ഫ്ലോ ചെയ്തുകൊണ്ടിരിക്കുന്ന എയർ ഫ്ലോ ചെയ്തുകൊണ്ടിരിക്കുന്ന വെലോസിറ്റി അറിയില്ല, കാണണം. എ കാണണം. എ എന്ന് വെച്ചാൽ ഏരിയയാണ്. വെരി സിമ്പിളാണ്. കാരണം എന്താ, ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ അവിടെ എത്ര വരിക, പൈ ഡി തന്നതുകൊണ്ട് പൈ ഡി സ്ക്വയർ ബൈ 4. വെരി സിമ്പിൾ, പൈ ഡി സ്ക്വയർ ബൈ 4 ആണ്. ആ ഡി എത്രയും തന്നിട്ടുണ്ട്, ഇവിടെ ഓൾറെഡി ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ഡി ഈസ് നത്തിങ് ബട്ട് 0.1 മീറ്റർ. അപ്പോൾ ആകെ നമുക്ക് ഇതിനി പ്രൊസീഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആരറിയണം, എ അറിയണം, അല്ല സോറി എൻ്റെ വി അറിയണം, വെലോസിറ്റി അറിയണം. സോ വെലോസിറ്റി കാണാൻ വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്യും, ഇത് ഫ്ലോ ആണ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യാണ്, എൻ്റെ നോർമൽ നമ്മുടെ ബെർണോളീസ് ഇക്വേഷൻ വെച്ചിട്ട് ഇതിനൊന്ന് ട്രൈ ചെയ്ത് നോക്കുകയാണ്. ബെർണോളീസ് ഇക്വേഷൻ പ്രകാരം ഏറ്റവും ബോട്ടത്തിൽ പി എ എന്ന് പറയുന്ന പ്രഷർ ഇവിടെ ഉണ്ടാകും. ഇവിടെ പി എ ടി എ റോ എ ആണുള്ളത്. ഇവിടെ എത്തുന്ന സമയത്ത് അതെന്താകും എന്ന് വെച്ചാൽ ഹൈറ്റിൽ എത്തുന്നതായിരിക്കും. ക്ലിയർ? അപ്പോൾ അങ്ങനെയാണെങ്കിൽ എനിക്ക് എങ്ങനെ എഴുതാൻ പറ്റും, മൈദ ബോട്ടം പ്രഷർ എന്ന് വെച്ചാൽ പി എ പ്ലസ് ഹാഫ് റോ വി സ്ക്വയർ. അവിടെ ആക്ച്വലി വെലോസിറ്റി ഉണ്ടോ, ഫ്ലോ ചെയ്യുന്നില്ല. സോ ദാറ്റ്സ് ഈക്വൽ ടു 0 ആണ്. സോ ഹാഫ് ഇൻറ്റു റോ ഇൻറ്റു 0 സ്ക്വയർ പ്ലസ് റോ ജി എച്ച്. എച്ച് എന്ന് വെച്ചാൽ നമ്മൾ ബേസ് നിന്ന് എടുക്കുന്നത്, ഹൈറ്റ് ഇല്ല, ഹൈറ്റും 0 ആണ്. സോ ദിസ് ഈസ് ഈക്വൽ ടു 0 വിച്ച് ഈസ് ഈക്വൽ ടു, ഇനി ഏറ്റവും ടോപ്പിലെത്തുന്ന സമയത്ത് അവിടെ എത്ര ഡിഫറൻസ് ഉണ്ടാകുക, പി എ മൈനസ് ഇങ്ങോട്ടുള്ള ഹൈറ്റ് ഉണ്ടാകുമല്ലോ, ഇതിൽ എയർ ആണല്ലോ ഉള്ളത്. സോ പി എ മൈനസ് എച്ച് റോ ജി എന്നുണ്ടാകും. ക്ലിയർ? സോ ദിസ് വിൽ ബി ഈക്വൽ ടു പി എ മൈനസ് എച്ച് റോ ജി, എച്ച് റോ ഇൻറ്റു ജി. റോ എന്ന് വേണമെങ്കിൽ റോ എ എന്ന് എഴുതിക്കോ, കുറച്ചുകൂടെ ക്ലിയർ ആകാൻ വേണ്ടിയിട്ട്. റോ എ ഇൻറ്റു ജി പ്ലസ് ഹാഫ് ഇൻറ്റു റോ ഇൻറ്റു വി സ്ക്വയർ. ഈ വി ആണ് നമുക്ക് കണ്ടെത്താനുള്ളത്. പ്ലസ് റോ ജി എച്ച് ഇസ് ഈക്വൽ ടു കോൺസ്റ്റൻറ്റ്. ഇതാണ് നമ്മൾ ഇക്വേഷൻ. സോ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതിൽ നിന്ന് എന്ത് ചെയ്യാം, എനിക്ക് വി എന്ന് പറയുന്ന ഈ വെലോസിറ്റിയുടെ ടേമാണ് കണ്ടെത്തേണ്ടത്. നമുക്ക് പ്രൊസീഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ സോ വി ആർ കമ്മിങ് ടു റൈറ്റ് ദ എക്സ്പ്രഷൻ ഫോർ ദ വി. സോ അങ്ങനെയാണെങ്കിൽ പി എ ഇസ് ഈക്വൽ ടു ഇവിടെ എന്തുണ്ടാവുമെന്ന് വെച്ചാൽ പി എ മൈനസ് എച്ച് റോ ഇൻറ്റു എ ഇൻറ്റു ജി പ്ലസ് ഹാഫ് റോ വി സ്ക്വയർ ഇസ് ഈക്വൽ ടു റോ ജി എച്ച്. അപ്പോൾ ആകെ ആരേ ഉണ്ടാകുള്ളൂ, എൻ്റെ ടേമിൽ ആകെ റോയും ജിയും എച്ചും ഉണ്ടാകുള്ളൂ. പി എ ക്യാൻസൽ ചെയ്ത് പോകും. സോ അങ്ങനെയാണെങ്കിൽ എൻ്റെ വി എനിക്ക് എങ്ങനെ എഴുതാൻ പറ്റും, മൈ വി വിൽ ബി ഈക്വൽ ടു വി സ്ക്വയർ ആണ്. തീർച്ചയായിട്ടും അവിടെ ഒരു റൂട്ട് ഉണ്ട്. ബാക്കി ആരൊക്കെ ഉണ്ടാകുക, ഇവിടെ ഈ രണ്ട് ടേമുകൾ നോക്കുക. ഇവിടെ ഇത് റൈറ്റ് സൈഡിലേക്ക് പോകുമ്പോൾ ഇതേ മൈനസ് ഇത് എന്നാകും. എന്ന് വെച്ചാൽ അതിൽ എച്ചും ഇതും കോമൺ ആണ്. സോ എച്ച് ജി ഇൻറ്റു ഇവിടെ ആരൊക്കെ വരും, റോ എ മൈനസ് റോ എന്ന് വരും. റോ എ മൈനസ് റോ ഡിവൈഡഡ് ബൈ ഇവിടെ നിന്നുണ്ടായിരുന്നു വി സ്ക്വയറിൻ്റെ കൂടെ ഹാഫ് റോ എന്നുണ്ടായിരുന്നു, അല്ലെങ്കിൽ റോ ബൈ 2 ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ എത്തുന്ന സമയത്ത് എന്താകും, 2 ബൈ റോ എന്നാകും. സോ 2 ഡിവൈഡ് ബൈ റോ. അപ്പോൾ ഇതാണ് നമ്മുടെ വെലോസിറ്റി. സോ ഇനി വെരി ഈസിയാണ് കാണാൻ, കാരണം നേരെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. നൗ ദിസ് വിൽ ബി ഈക്വൽ ടു വാട്ട്, ഈക്വൽ ടു റൂട്ട് ഓഫ് എച്ച്. എത്രയാടാ, എച്ച് എനിക്കിവിടെ ഓൾറെഡി തന്നിട്ടുണ്ട്. എൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് എത്രയാണ് ഇവിടെ. സോ മൈ ഹൈറ്റ് വിൽ ബി ഈക്വൽ ടു 9 ആണ്. സോ ദിസ് വിൽ ബി ഈക്വൽ ടു 9 ഇൻറ്റു ജി 10 ആയിട്ട് എടുക്കുകയാണ്. റോ എ എത്ര 1.2 ആണ്, മറ്റേത് എത്ര 1 ആണ്. സോ 1.2 മൈനസ് 1 ഇൻറ്റു 2 ഡിവൈഡഡ് ബൈ 1 എന്നുണ്ടാവും. സോ ദിസ് വിൽ ബി ഈക്വൽ ടു റൂട്ട് 9 ഇൻറ്റു 1.2 മൈനസ് 1 0.2 ഉണ്ടാവും. 0.2 ഇൻറ്റു 2 അത് എത്ര ഉണ്ടാകും, 0.2 ഇൻറ്റു 10 ദാറ്റ്സ് ഈക്വൽ ടു 2 ഉണ്ടാകും. 2 ഇൻറ്റു 2 ദാറ്റ്സ് ഈക്വൽ ടു 4 ഉണ്ടാകും. സോ ദിസ് വിൽ ബി ഈക്വൽ ടു 3 ഇൻറ്റു 2 എന്നുണ്ടാവും. ദാറ്റ്സ് ഈക്വൽ ടു 6. സോ 6 മീറ്റർ പെർ സെക്കൻഡ് ആയിരിക്കും. സോ ഇനി കാര്യങ്ങൾ വെരി സിമ്പിളാണ്. ഇതാണ് എനിക്ക് കാണേണ്ടത്. സോ ദിസ് വിൽ ബി ഈക്വൽ ടു ഡെൻസിറ്റി എത്രയാണ്, 1 ആണ്. ദെൻ എൻ്റെ വെലോസിറ്റി എത്രയാണ്, 6 ആണ്. ഏരിയ എത്രയാണ്, പൈ ഇൻറ്റു ഡി സ്ക്വയർ 0.1 ആണ്. 0.1 ഹോൾ സ്ക്വയർ ഡിവൈഡ് ബൈ 4. നേരെ നമുക്ക് ചെയ്തെടുക്കാനുള്ളതേ ഉള്ളൂ. സോ ദിസ് വിൽ ബി ഗെറ്റിംഗ് ഇൻ ടു 47.10 ഗ്രാം പെർ സെക്കൻഡ് എന്ന് കിട്ടും. ക്ലിയർ ആയിട്ടുണ്ടോ, 47.10 ഗ്രാം പെർ സെക്കൻഡ്. വെരി സിമ്പിൾ. ഞാൻ നേരെ കിലോഗ്രാമിനെ ഗ്രാമിലേക്കാക്കി മാറ്റിയതാണ്. അപ്പോൾ ആകെ റേറ്റാണ് നമ്മളോട് ചോദിച്ചത്. ഞാൻ ഓരോ ടേമുകൾ എഴുതി നോക്കി, എന്നിട്ട് ആരാണോ കാണേണ്ടത് അവിടെ ബെർണോളിസ് തിയറം അപ്ലൈ ചെയ്തിട്ട് വെലോസിറ്റി കണ്ടു. ദാറ്റ്സ് ഓൾ. ക്ലിയർ? സോ ദ next question. So when the chimney is closed using the cap at the top, the pressure difference delta P developed between the top and the bottom surface of the cap. If the changes in the temperature and density of the hot air due to the stoppage of the airflow are negligible, then the value of the delta P. അപ്പോൾ ഇവിടെ ഇത്രയും ഭാഗങ്ങളിൽ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ എയർ ഫ്ലോ കൊണ്ടോ മറ്റു കാര്യങ്ങൾ കൊണ്ടോ ഒന്നുള്ള ഡെൽറ്റ പി അല്ല അവർ ഉദ്ദേശിച്ചിട്ടുള്ളതെന്നാണ് വ്യക്തമാക്കുകയാണ് ഇവിടുന്ന് അങ്ങോട്ട്. അപ്പോൾ ഇവിടെ ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചാൽ
നമുക്ക് ഡെൽറ്റ പി ആണ് കാണേണ്ടത്. സോ ബേസിക്കലി നിങ്ങൾക്ക് ഡെൽറ്റ പി എന്ന് വെച്ചാൽ എന്തായിരിക്കും? ഡെൽറ്റ പി ഡെവലപ്പ് ബിറ്റ്വീൻ ദ ടോപ്പ് ആൻഡ് ദ ബോട്ടം. ടോപ്പും ബോട്ടവും തമ്മിലുള്ള ഡിഫറൻസ് ആണ് അറിയേണ്ടത്. അപ്പോൾ ഫിഗറിൽ നേരത്തെ നമ്മൾ ഫിഗറിൽ കണ്ടതാണ് ഓൾറെഡി. ബേസിക്കലി ഇവിടെ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. ഇവിടെ വരുന്ന സമയത്ത് ഇതാണ് എൻ്റെ ബോട്ടം വരുന്നത്, ഇതാണ് എൻ്റെ ടോപ്പ് വരുന്നത്. അപ്പോൾ ഇവിടുത്തെ ഡിഫറൻസ് എന്ന് വെച്ചാൽ ഇവിടുത്തെ ഒരു ഡിഫറൻസ് എന്ന് വെച്ചാൽ ഇവിടുത്തെ എയർ ഞാൻ നോക്കുകയാണെന്ന് അല്ലെങ്കിൽ പ്രഷർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വാട്ട് വിൽ ബി ദാറ്റ് പി ഇന്നും ഉണ്ടാകും പി ഔട്ടും ഉണ്ടാകും. അപ്പോൾ പി ഔട്ട് എന്ന് വെച്ചാൽ എന്തായിരിക്കും? ഓൾറെഡി എനിക്ക് P0 എന്ന് പറഞ്ഞൊരു പ്രഷർ ഇവിടെ ഉണ്ട്, പിന്നെ HρGയുടെ ഒരു ഡിഫറൻസും ഉണ്ടാകും. ആ രണ്ട് ടേമാണ് അതിലുണ്ടാവുക. പിന്നെ അതേപോലെ തന്നെ ഇവിടെ വരുന്ന സമയത്ത് എക്സ്ട്രാ ഒരു HρG കൂടെ ആഡ് ചെയ്യും. അത്രേ മാത്രമേ എന്ത് വരുന്നുള്ളൂ? ഡിഫറൻസ് വരുന്നുള്ളൂ. സോ നമുക്ക് ആ ഇക്വേഷൻ ഒന്ന് എഴുതി നോക്കാം. എൻ്റെ കയ്യിലുള്ളതിൽ ഒരാൾ പി ഔട്ടാണ്. സോ പി ഔട്ടും പിന്നെ അതേപോലെ തന്നെ പി ഇന്നുമാണ് നമുക്ക് കാണേണ്ടത്, റൈറ്റ്? ഇതിൻ്റെ ഡെൽറ്റ പി ആണ് നമ്മളോട് ചോദിച്ചത്. പി ഇന്ന് വളരെ സിമ്പിളാണ്, കാരണം പി എ എന്ന് പറയുന്ന പ്രഷറിന് എന്ത് കുറച്ചാൽ മതി? പി എ മൈനസ് HρG ആണ് ഉണ്ടാകുക. കാരണം പി എ ഇസ് ഈക്വൽ ടു പി ഇൻ പ്ലസ് HρG. നമ്മൾ സാധാരണ ഹൈറ്റിൻ്റെ കേസിൽ പഠിച്ചതാണ്. ഇവിടുത്തെ പ്രഷർ എന്ന് വെച്ചാൽ എന്തായിരിക്കും? ഇവിടുത്തെ പ്രഷർ പ്ലസ് HρG, അതേ സെയിം സാധനം തന്നെ. പി എ ഇസ് ഈക്വൽ ടു പി ഇൻ പ്ലസ് HρG ആയിരുന്നു. അപ്പോൾ പി ഇൻ ഇസ് ഈക്വൽ ടു പി എ മൈനസ് HρG. ക്ലിയർ? ഇനി പി ഔട്ടത്തെ ഏറ്റവും ലാസ്റ്റത്തിൽ എന്താ വരിക? ഞാൻ നേരത്തെ പറഞ്ഞു HρGക്ക് എന്തും കൂടെ കൂടും, അവിടെ അടുത്ത എച്ചും കൂടെ കൂടും, ആ ചെറിയ ഹൈറ്റും കൂടെ കൂടും. സോ അങ്ങനെയാണെങ്കിൽ ദാറ്റ് വിൽ ബി ഈക്വൽ ടു പി എ മൈനസ് റോ എ ഇൻറ്റു ജി ഇൻറ്റു എച്ച് പ്ലസ് എച്ച് വരും, റൈറ്റ്? എച്ച് പ്ലസ് എച്ച് വരും. സോ ദിസ് വിൽ ബി ഈക്വൽ ടു, ഇതാണ് നമുക്ക് കാണേണ്ട സംഭവം. മൈ ഡെൽറ്റ പി വിൽ ബി ഈക്വൽ ടു, ഇതിൻ്റെ ഡിഫറൻസ് ഞാൻ കണ്ടാൽ മതി. സോ അങ്ങനെയാണെങ്കിൽ പി എ മൈനസ് HρG മൈനസ് പി എ പ്ലസ് റോ എ ഇൻറ്റു ജി ഇൻറ്റു എച്ച് പ്ലസ് എച്ച് എന്നുണ്ടാവും. സോ പി എ ഗെറ്റ് ക്യാൻസൽ. പിന്നെ ഇവിടെ HρG ഉണ്ട്, പിന്നെ റോ എ ഇൻറ്റു ജി ഇൻറ്റു എച്ച് പ്ലസ് എച്ച് എന്നുണ്ട്. സോ നേരെ എനിക്ക് വേറെ ഒന്നും ചെയ്യാനില്ല, ഇനി നേരെ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാനേ ഉള്ളൂ. ഇവിടെ എൻ്റെ സ്മോൾ ലെറ്റർ എച്ച് എത്രയായിരുന്നു? സ്മോൾ ലെറ്റർ എച്ച്. പിന്നെ അതേപോലെ തന്നെ ഇവിടെ റോ എ ഉണ്ട്. റോ എ എത്രയാണ്? 0.2 ആണ്. സോ 0.2 ഇൻറ്റു 10 ഇൻറ്റു എച്ച് പ്ലസ് എച്ച്. എച്ച് എത്രയാണ്? എച്ച് എന്ന് പറയുന്നത് എൻ്റെ നേരത്തെ നമ്മൾ കണ്ടിട്ടുണ്ട്, എൻ്റെ ടോട്ടൽ ഹൈറ്റ് ആയിരുന്നു. സോ ഹൈറ്റ് ക്വസ്റ്റ്യൻ എനിക്ക് തന്നിട്ടുണ്ട്. ക്യാപിറ്റൽ എച്ച് എന്ന് പറയുന്നത് 1 മീറ്റർ ആയിരുന്നു. സ്മോൾ ലെറ്റർ എച്ച് പറയുന്നത് 9 മീറ്റർ ആണ്. സോ ടോട്ടൽ ഇത് എത്ര വരും എന്ന് വെച്ചാൽ 10 മീറ്റർ വരും, റൈറ്റ്? സോ ദിസ് വിൽ ബി ഈക്വൽ ടു 10 മീറ്റർ വരും. ഇനി അടുത്തത് ആരാ ഉണ്ടാകുക? അടുത്തത് മൈനസ് എച്ച് എത്രയാണ്? 9 മീറ്റർ ആണ്. റോ എത്രയാണ് വരിക? റോ 1 ആണ് വരിക. ഇൻറ്റു ജി എത്രയാണ് വരിക? ജി 10 ആണ് വരിക. ഓക്കെ, ഇവിടെ റോ എ ആക്ച്വലി എത്ര വരിക? റോ എ ഇസ് ഈക്വൽ ടു 1.2 ആണ്. സോറി, 0.2 അല്ല, ദാറ്റ്സ് ഈക്വൽ ടു 1.2 ആണ്. 1.2. സോ ദിസ് വിൽ ബി ഈക്വൽ ടു വാട്ട്? 1.2 ഇൻറ്റു 10 എത്ര ഉണ്ടാവും? ഇത് 120 ഉണ്ടാവും. 120 മൈനസ് 90 എന്നുണ്ടാകും. എത്ര ഉണ്ടാവുക? 30 ഉണ്ടാകും. സോ 30 ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ എന്നുണ്ടാകും. ക്ലിയർ ആയിട്ട് കിട്ടിയല്ലോ. സോ ഈ രണ്ട് ക്വസ്റ്റ്യനും നിങ്ങളെ ഒന്ന് ബെർണോളിസ് തിയറവും പിന്നെ അതേപോലെ തന്നെ നമ്മളെ സാധാരണ പ്രഷറിൻ്റെ ഇക്വേഷൻ പി പ്ലസ് HρG ആ കാണുന്ന ആ രണ്ട് സംഭവങ്ങളാണ് ടെസ്റ്റ് ചെയ്തിട്ടുള്ളത്. സോ സിമ്പിളായിരുന്നു. ഇത്രയാണ് സെക്ഷൻ 4 നമുക്ക് ചെയ്യാനുള്ളത്.